ഹലോ ഗായ്സ്, ഞാനിന്ന് ഇവിടെ ബർമിംഗ്ഹാം സിറ്റി സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാവേ. കുറേ കാര്യങ്ങളുണ്ട് കാണാനൊക്കെ. ടൗൺ എന്ന് പറയുമ്പോൾ ഒരു രസമാണ് ഇവിടെ. ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇന്ന് സൺഡേയിൽ കുറച്ച് തിരക്ക് കൂടുതലാണ്, എങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ വന്നു. പക്ഷേ എനിക്ക് ക്രോസ് ചെയ്യണ്ട, കാരണം എനിക്ക് വീഡിയോ എടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ സ്പോട്ടിൽ ക്രോസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബസ് വിചാരിച്ചിട്ടുണ്ടാകും അവരെനിക്ക് വേണ്ടി ക്രോസ് ചെയ്യാൻ അവിടെ നിർത്തിയത്. ഇതെന്താ ഈ കൊച്ചു പോവാത്തേ എന്നവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ക്രോസ് ചെയ്തില്ല, അവരെ പറ്റിച്ചു. ഞാൻ കുറച്ച് മുന്നോട്ടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിൽ വേറെ വണ്ടികൾ വന്ന് വളരെ കാമായിട്ട് അവർ നിന്നു കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ എടുത്തും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആരെയും കുറച്ച് മിനിറ്റ് കൂടുതൽ അവരുടെ കൺസേൺ ഇല്ലാതെ വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, കാരണം ഇനി ആരെങ്കിലും വന്ന് വഴക്ക് പറഞ്ഞാലോ. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും വളരെ കാമായിട്ട് സൈലൻ്റായിട്ട് പോകാൻ, തിരക്ക് കൂട്ടാണ്ട് മറ്റേ ഹോണൊന്നും അടിക്കാണ്ട് വളരെ കാമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല, ഒന്ന് ഇറങ്ങി പോവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് ഹോണടിച്ച് ഭയങ്കര ബഹളമാണ്. പ്രൈവറ്റ് ബസ്സൊക്കെ നമ്മളെ ഹോണടിച്ച് അങ്ങോട്ട് നമ്മളെ എന്താ പറയുക, മരിക്കുന്നതിന് തുല്യമാക്കും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും വളരെ കാമായിട്ടാണ് നിൽക്കുക. ആർക്കും പോകാനായിട്ട് ഒരു തിരക്കുമില്ല. അവരുടെ സമയം എത്തുന്നത് വരെ എല്ലാവരും വളരെ കാമായിട്ട് വെയിറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് എവിടെ ഇറങ്ങിപ്പോയാലും ഭയങ്കര പ്ലസൻ്റ് പോസിറ്റീവ്ലി മൈൻഡാണ് ഇവിടെ എപ്പോഴും കിട്ടുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആരും സൗണ്ട് ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല. സൺഡേ ഒരുവിധം നല്ല തിരക്കുള്ള ടൈമാണ്, പക്ഷേ ഭയങ്കര സൗണ്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നടന്നു പോയപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ടല്ലോ, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. സോ പലയിടത്തേക്കും അവർ നമ്മളെ കയറ്റി വിടില്ല, അവിടെ ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കുറച്ച് ഭാഗം എടുത്തു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തു തരാം. അപ്പോൾ ഇതിനകത്തൊക്കെ ക്രിസ്മസ് മാർക്കറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അപ്പോൾ ഈ ട്രാം പോകുന്ന ട്രാക്ക് ഉണ്ടായിരുന്നു. ഈ ട്രാക്ക് എന്ന് പറയുന്നത്, ട്രാം എന്ന് പറയുന്ന ട്രെയിൻ, റോഡിൽ കൂടെ പോകുന്ന ട്രെയിനിൻ്റെ പാളങ്ങളാണ് ആ കാണുന്നത്. അപ്പോൾ ട്രാം വരുന്നത് നോക്കി ഞാൻ നിൽപ്പുണ്ട്, പക്ഷേ അവിടേക്ക് ട്രാം വരുന്നില്ല. ഓപ്പോസിറ്റ് എടുക്കുന്നുണ്ട്, അവിടേക്കും ട്രാം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷമാകും വിധം ട്രാം ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ടോ, അത് വരുന്നത് ഭയങ്കര കാമായിട്ടാണ്. ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. വളരെ സൈലൻറ്റിലാണ് ആ ട്രാം വരുന്നത്. ഹോണടിക്കുകയോ ഒന്നും ചെയ്യില്ല, പക്ഷെ ആളുകൾ മാറിക്കൊടുക്കുന്നുമുണ്ട്. അതെ, ആ ട്രാം വരുന്നത് നോക്കി നല്ല രസമാണ്. റോഡിൽ കൂടെ ആ ട്രെയിൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. വളരെ കാമായിട്ട് സൈലൻ്റായിട്ട് അത് പോകുന്നത്, ആരെയും ശല്യം ചെയ്യത്തില്ല. വളരെ അനുസരണയോടുകൂടി വളരെ കാമായിട്ടാണ് അത് പോകുന്നത്. കാണാൻ നല്ല നല്ല ഭംഗിയാണ്. വീഡിയോയിൽ അത്രയും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, നല്ല രസമല്ലേ അത് പോകുന്നത് കാണാൻ? നോക്കിക്കേ.